നമസ്കാരം. ബീഹാറിൽ വോട്ട് ചോർത്തലാണെങ്കിൽ തൃശ്ശൂരിൽ വോട്ട് ചേർക്കലാണ് വിഷയം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വോട്ട് ചേർക്കുന്നത് പഠിക്കണമെങ്കിൽ BJP-ക്കാരെ കണ്ടു പഠിക്കണം. ചില മണ്ഡലങ്ങളിൽ മാത്രം നോട്ടമിടും, അവിടെ വ്യാപകമായി വോട്ട് ചേർക്കും. മറ്റു മണ്ഡലങ്ങളിലെ പ്രവർത്തകരെല്ലാം വീട്ടുമേൽവിലാസം ഉണ്ടാക്കി ഇവിടെ വോട്ട് ഉറപ്പിക്കും. സ്ഥാനാർത്ഥിയുടെ കുടുംബവും കൂട്ടുകുടുംബവും വരെ നാട്ടിലും മണ്ഡലത്തിലും വോട്ടുറപ്പിക്കും. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കർണാടകയിലും രാഹുലും കോൺഗ്രസും ഉയർത്തിയ വോട്ട് ചോരി പരീക്ഷണം ഫലപ്രദമായി നടപ്പാക്കിയത് തൃശ്ശൂരിലാണെന്ന് മനസ്സിലാവും. വ്യാജ വോട്ടർമാരുടെയും ഇരട്ട വോട്ടർമാരുടെയും ലിസ്റ്റ് കൊടുത്താൽ മതി. ഇതൊക്കെ നടത്തിക്കൊടുക്കാൻ പ്രൊഫഷണൽ ഏജൻസികൾ തയ്യാറാണ്. നോട്ടെറിയണമെന്ന് മാത്രം. വോട്ട് ചേർത്തെങ്കിൽ കണക്കായി പോയി എന്നാണ് BJP-യുടെ മറുപടി. വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരിയും ഞാൻ കറുപ്പിക്കുന്നുണ്ട്. ഇത്രയും ഫൈറ്റ് ചെയ്ത് ജയിച്ചു എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് സാധാരണ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമല്ലോ. ഇത്തവണ കൊടുക്കാതിരുന്നത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ കാരണം ജയിച്ചതാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്ന് ചിലപ്പോൾ മോഡി തീരുമാനിച്ചു കാണും. അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതും. ഉത്സവവും കഴിഞ്ഞ് മേളവും കഴിഞ്ഞ് അവസാനത്തെ വെടിക്കെട്ടും കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്, എന്ത് പ്രസക്തിയാണുള്ളത്? വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് BJP നടപ്പിലാക്കിയത്. അതിരിക്കട്ടെ ബോസ്, നമ്മൾ ഏറ്റെടുത്ത കേരള ഓപ്പറേഷൻ എന്തായി? കേരള ഓപ്പറേഷൻ ഞങ്ങൾ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. സത്യസന്ധനായ കള്ളൻ. ഞങ്ങൾ വോട്ട് ചേർക്കുമ്പോൾ ഇവരെവിടെ പോയിരുന്നു? ഇവർക്ക് ചേർക്കാമായിരുന്നില്ലേ? ഈ രൂപത്തിലുള്ള സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർപ്പ് അവിടെ അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർപ്പ് എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 30,000-നും 60,000-നും ഇടയിലുള്ള വോട്ടുകൾ ചേർന്ന് കാണാനാണ് സാധ്യത എന്നുള്ളതാണ് സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പറയുന്നത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന്. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. പോയി ചത്തുടടാ. ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. നമ്മുടെ പഴയ സുരേന്ദ്രൻ അതേ നമ്മളോടൊക്കെ പറഞ്ഞത് പോയി തൂങ്ങിച്ചാവാൻ. സുരേന്ദ്രൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു കൊല്ലം കൂടെ ഇവിടെ പ്രസിഡന്റായി നിങ്ങളുടെ പാർട്ടിയിൽ ഇരുന്നാൽ നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് തൂങ്ങിച്ചാവേണ്ടി വരിക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശമിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനലികൾ ഓലിയിടുക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. സ്ഥാനാർത്ഥി മറുപടി പറയുന്നില്ലെങ്കിലും BJP സംസ്ഥാന പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാണ് ആരോപണത്തെ പ്രതിരോധിക്കുന്നത്. തോറ്റതിനോട് പൊരുത്തപ്പെടാതിരുന്ന സുനിൽകുമാറും CPI-യും മാത്രമാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടി സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ മൗനം പുലർത്തുകയാണ്. 70,000 വോട്ട് കൊണ്ട് ജയിച്ചൊരു സുരേഷ് ഗോപിയോട് 6 വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ 6-5 വോട്ട് എന്നാ 10 വോട്ടായിക്കോട്ടെ, 70,000 വോട്ടല്ലല്ലോ. ശ്രീമാൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യമുണ്ടേ? മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ നിൽക്കണ പ്രസിഡന്റ്, നിന്നേക്കാൾ മുമ്പേ നിൽക്കണ പ്രസിഡന്റാണ് ഞാൻ.
75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപി ജയിച്ച 75,000 വോട്ടിനാണ്. നിങ്ങൾക്ക് 75,000 വോട്ടിൻ്റെ കണക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ ഒരു പിന്നെ എന്താണ് പറയുക, മുട്ടുന്യായം ചോദിക്കുന്നതാണ്. നിങ്ങളത് പിന്നെ നിങ്ങൾ 1 വോട്ടാണെങ്കിലും 10 വോട്ടാണെങ്കിലും 1000 വോട്ടാണെങ്കിലും 10,000 വോട്ടാണെങ്കിലും നിങ്ങൾ ഇലക്ഷൻ നിയമം ലംഘിച്ചുകൊണ്ടും ഇലക്ഷൻ നിയമത്തിൻ്റെ ലൂപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കള്ളത്തരം കാണിച്ചിട്ടാണോ നിങ്ങൾ അത് ചേർത്തിരിക്കുന്നത്? കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? തോറ്റാൽ തോൽവി സമ്മതിക്കണം, അതാണ് മര്യാദ. സുനിൽകുമാർ തോറ്റുപോയി എന്ന് ഇനിയെങ്കിലും അദ്ദേഹം സ്വയം ബോധ്യപ്പെടണം. കോൺഗ്രസുകാർ തോറ്റുപോയി എന്ന് ബോധ്യപ്പെടണം. അല്ല നിലവിളിക്കല്ല വേണ്ടത്. ജയിച്ച MLA കൊണ്ട് ഈ നാടിന് എന്താ ഗുണം? തോറ്റു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്ക് ഈ നിയോജകമണ്ഡലത്തിൽ പല നല്ല കർമ്മപരിപാടികളും ചെയ്യാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ആവശ്യങ്ങൾക്കായി തെരഞ്ഞെടുപ്പിൽ ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നതാണ്. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ കുമ്പിടികൾ ഏറെ. സ്ഥാനാർത്ഥിയുടെ സഹോദരന് കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ട്. പല പാർട്ടി പ്രവർത്തകർക്കും ഇങ്ങനെ 2 ഇടത്ത് വോട്ടുണ്ട്. മഹാസിദ്ധന്മാർക്കേ കഴിയൂ ഈ ഇരട്ട വേഷം. ഇപ്പോൾ BJP വോട്ടർ പട്ടികയിൽ അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. സുരേഷ് ഗോപിയുടെ സഹോദരന് തൃശ്ശൂരിലും കൊല്ലത്തും വോട്ട്. അപ്പൊ അവിടെ ഉണ്ടല്ലോ. ഇന്ത്യയിലുടനീളം മാത്രമല്ല കേരളത്തിലും വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് BJP. അത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഡബിള് അദ്ദേഹത്തിന്റെ അനിയൻ സുഭാഷ് ഗോപി, മൂപ്പർക്ക് ഇരയൂരത്തും വോട്ടുണ്ട്, തൃശ്ശൂരും വോട്ടുണ്ടായി. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ? കുടുംബി. അത് നമ്മുടെ നാടോടിക്കാറ്റില് ഒരു സുപ്രഭാതത്തിൽ മോഹൻലാലും ശ്രീനിവാസനും വന്ന രംഗം ഓർമ്മയുണ്ടല്ലോ. ആൾമാറണ്ടം നടത്താൻ വന്ന ശ്രീനിവാസനോട് ചോദിച്ചോ, ശ്രീനിവാസൻ പറഞ്ഞു താടി. ഇന്നലെ താടിയില്ലല്ല, ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് താടി വന്നു വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ, പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. അതുപോലെയാണ് സുഭാഷ് ഗോപിക്ക് ഇരയൂരത്ത് താടിയുള്ള ഫോട്ടോ, തൃശ്ശൂരിൽ ചെന്നപ്പോ ക്ലീൻ ഷേവ്. ഇതാണ് കള്ള വോട്ടിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. വേറെ എവിടെയും പോകാനില്ല. സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി. സ്ഥാനാർത്ഥിയും കുടുംബവും സ്ഥിരമായി വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ വോട്ടർ പട്ടികയിലും ഇവിടെ വോട്ടുണ്ട്. പക്ഷേ വീട്ടിലെ സഹായികൾ വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ഉറപ്പിച്ചു. വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വോട്ട് ചേർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരും തൃശ്ശൂരിൽ വോട്ട് ചെയ്യുമായിരുന്നു. അതിൽ തുടർച്ചയായിട്ട് 2021 അസംബ്ലി വരെ വോട്ട് ചെയ്തത് ശാസ്തമംഗലത്തെ NSS ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ. അദ്ദേഹം എങ്ങനെ 2024 തൃശ്ശൂരത്തെ വാടക വീട്ടിൽ എങ്ങനെ എത്തി? തിരുവനന്തപുരത്ത് ഇപ്പോൾ വോട്ടുള്ള ആളുകളൊക്കെ അവിടെ ജനിച്ചു വളർന്നവരാണ്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വോട്ട് കോഴിക്കോടായിരുന്നല്ലോ. അദ്ദേഹം സ്ഥാനാർത്ഥിയായ സമയത്തല്ലേ മുരളീധരൻ വട്ടിയൂർക്കാവിലേക്ക് വോട്ട് മാറ്റിയത്? ഞങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ? ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ചേരും. സ്ലാങ്ക് പറയും, അപ്പ കേട്ടാ മതി. സ്ലാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. അദ്ദേഹം ഭാര്യയും മക്കളും മാത്രമല്ല, ഇപ്പോഴും ശാസ്തമംഗലത്ത് വോട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്രൈവർ. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, ഇനി അഥവാ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചെയ്തു, സുരേഷ് ഗോപി തൃശ്ശൂർ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും അവിടെ പോയില്ലേ? ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ തൃശ്ശൂരെ വോട്ടർ പട്ടികയിൽ കടന്നു. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. അപ്പൊ നടന്ന് വോട്ടില്ല, പണ്ട് നടന്ന് പെടുക്കുക എന്ന് കേട്ടു. പക്ഷേ ആദ്യമായിട്ടാണ് നടന്ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ കാണാൻ കഴിയും. ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണം. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ഗൗരവതരമായ ആരോപണം ഉയർന്നിട്ടും കേന്ദ്രമന്ത്രിയെ കാണാനില്ലായിരുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്നു തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് തൃശ്ശൂരിലെ ഒരു മെത്രാൻ പോസ്റ്റിട്ടിരുന്നു. മണിപ്പൂരിൽ പോയതാണെന്നായിരുന്നു പാർട്ടിക്കാരുടെ മറുപടി. തിരികെ വന്നപ്പോൾ കൂനിന്മേൽ കുരുപോലെ വോട്ടു ചോരി വിവാദവും. അദ്ദേഹത്തിനെ കാണാനില്ല, ഫേസ്ബുക്കിൽ മാത്രമാണുള്ളത്. കാരണം അപ്പോൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൻസിയിലും കാണുന്നില്ല,
ഡയമണ്ട് കൊച്ചാടനെ ഞാൻ എവിടെയൊക്കെ തപ്പി കൊച്ചാപ്പി നീ തപ്പേണ്ടടുത്ത് തപ്പിയില്ല ഡയമനെ കിട്ടിയില്ല. കാണാനില്ലെന്ന് പറഞ്ഞാൽ അതേ ഉള്ള സ്ഥലത്തല്ലേ പോട്ട്. അതേ എല്ലാ ദിവസവും പാർലമെന്റ് അറ്റൻഡ് ചെയ്യുന്നില്ലേ? നമ്മൾ കണ്ട പാർലമെന്റിന്റെ ചിത്രങ്ങൾ വിഷ്വൽ സീനിലൊന്നും അയാളെ കാണാനില്ല. മുതലാളി അവനെ കാണാനില്ല. എനിക്ക് തോന്നുന്നു ഈ ആക്ഷേപമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ലാഭമെന്ന് പേടിച്ചായിരിക്കും സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു മാസക്കാലത്ത് കാണാനില്ല. ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. എന്തെങ്കിലും ഉരിയാടാൻ കേന്ദ്രമന്ത്രി തയ്യാറാവുന്നില്ല. പഴയ പഞ്ച് ഡയലോഗുകളോ ആക്ഷനോ ഇല്ല. മൗനി ബാബയായി മാറി സുരേഷ് ഗോപി ജി. സർ, തൃശ്ശൂരിൽ വലിയ ആരോപണമാണുള്ളത്. സാർ എന്താണ് പറയില്ല. സാർ യാതൊരു പ്രതികരണമില്ലേ? ഓ അപ്പോഴേക്കും പിണങ്ങിയോ? സാർ ഒന്നും പറയാനില്ലേ? മഹാ തൊട്ടാവാടികളാ. സംസ്ഥാനത്ത് തൃശ്ശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചാലും. കുട്ടിച്ചാച്ചെന്ന് ചോദിക്ക്. ചേട്ടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും പറയേണ്ടതാണ് എന്താ ഈ സംഭവിച്ചത്. അവരാണല്ലോ, അവരെ കുടുംബക്കാരും അവരുമാണ്. RSS നേതാക്കന്മാർ ഉൾപ്പെടെയാണ് വോട്ട് മാറ്റി ചേർത്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രധാന കാര്യം ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് പഞ്ച് ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് ഒരു മൗനി ബാബയായിട്ട് മാറി? സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇതുവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടി കഴിയില്ല. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം ഭയന്നു നടക്കുകയാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയന്നു നടക്കുകയാണ്. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. വോട്ടു ചേർക്കലൊക്കെ കേരളത്തിലും പലരും നടപ്പാക്കുന്നതാണ്. CPM ഒക്കെ ചേർക്കാവുന്ന ആളുകളെയൊക്കെ നുള്ളിപ്പറക്കി ചേർത്ത് വോട്ട് ചെയ്യിപ്പിക്കും. മരിച്ചവർ വരെ വന്ന് വോട്ട് ചെയ്തെന്നിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആസൂത്രണ പദ്ധതിയായിട്ടാണ്. നേരെ ചൊവ്വയുള്ള വോട്ട് പോലും ചേർക്കാൻ അറിയാത്ത കോൺഗ്രസ്സുകാർ ഇതൊക്കെ കണ്ട് അന്താളിച്ചിരിക്കുകയാണ്. ഒരു പരിശോധനാ വാരം തന്നെ UDF നടത്തും. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു വോട്ട് പോലും തെറ്റായ രീതിയിൽ അനധികൃതമായ ഒരു വോട്ട് പോലും ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. വോട്ടിൻ പുറകെയുള്ളൊരോട്ടം ചിരിച്ചുകൊണ്ട് നേട്ടം കൊതിച്ചുള്ള നോട്ടമുണ്ട്. കഥ എന്താണ് എന്താണ്? നമ്മൾ ആ പണി ചെയ്യാറില്ല. അവിടെ ധൈര്യം നമുക്ക് ചെയ്യാറില്ല. ഇവിടെ കോൺഗ്രസ് നല്ല വോട്ട് ചെയ്യാൻ സമയമില്ലായിരിക്കും, അന്നേരം എനിക്ക് കള്ള വോട്ട് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ നന്നായിരുന്നേന്ന് ഞാൻ പറഞ്ഞു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ.